നമസ്കാരം. ഉരുൾപൊട്ടിയെത്തിയ മഹാദുരന്തത്തിൽ പകച്ചു നിൽക്കുകയാണ് ഇന്ന് വയനാട്. മുണ്ടക്കൈയും ചൂരൽമലയും നാമാവിശേഷമായി. മരണസംഖ്യ 300 കടക്കുകയും ചെയ്തു. ഇനിയും 200-ലധികം ആളുകളെ കാണാനില്ല. ദുരിതാശ്വാസ പ്രവർത്തനവും രക്ഷാപ്രവർത്തനവും ഏകോപിപ്പിക്കുവാൻ കേന്ദ്രമന്ത്രി ജോർജ് കുര്യനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചുമതലപ്പെടുത്തുകയും പ്രതികൂല കാലാവസ്ഥയും തരണം ചെയ്ത് അദ്ദേഹം ചൂരൽമല അടക്കമുള്ള ദുരന്ത മേഖലകൾ സന്ദർശിക്കുകയും ചെയ്തു. ദുരന്തത്തിന്റെ വ്യാപ്തി നേരിട്ട് കണ്ട് തിരിച്ചറിഞ്ഞ് പരമാവധി കേന്ദ്ര സഹായം കേന്ദ്ര സർക്കാരിൽ നിന്ന് വയനാടിനെ ലഭ്യമാക്കാനാണ് അപകടാവസ്ഥ നിലനിൽക്കെ പോലും അദ്ദേഹം ദുരന്തമുഖം സന്ദർശിച്ചത്. പശ്ചിമ ബംഗാൾ, ഗോവ ഗവർണർമാരും വയനാട്ടിലെത്തിയിരുന്നു. അപ്പോഴും വയനാട്ടുകാർ ഒരേ സ്വരത്തിൽ ചോദിച്ചത് ഞങ്ങൾ തെരഞ്ഞെടുത്ത് പാർലമെന്റിലേക്ക് അയച്ച ഞങ്ങളുടെ MP എവിടെയെന്നാണ്. രാജ്യം പോലും ഞെട്ടിത്തരിച്ചു നിൽക്കുന്ന മഹാദുരന്തത്തിൽ വയനാടിനെ സ്വാന്തനിപ്പിച്ചുകൊണ്ട് സന്ദർശനം നടത്തുവാൻ 2ാം ദിനത്തിനും രാഹുൽ ഗാന്ധിക്ക് കഴിഞ്ഞില്ല. കഴമ്പില്ലാത്ത ആരോപണം ഉന്നയിച്ച് വാർത്തകളിലെ തലക്കെട്ടുകളിൽ താരമാകുവാൻ അയാൾ പാർലമെന്റിൽ ഷോ കാണിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു. ഒടുവിൽ ദുരന്തത്തിന് 3ാം പക്കം രാഹുൽ ദുരന്തമുഖത്തെത്തി. സഹോദരിയും വയനാട് തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥിയുമായ പ്രിയങ്ക ഗാന്ധിയും ഒപ്പമുണ്ടായിരുന്നു. ഉപതെരഞ്ഞെടുപ്പിലും വോട്ട് കിട്ടണമല്ലോ, അതിനുള്ള തന്ത്രം. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം നടന്ന ചൂരൽമലയിൽ ഇരുവരും സന്ദർശനം നടത്തി. കോൺഗ്രസ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള പാർട്ടി നേതാക്കളും രാഹുലിനെ അനുഗമിച്ചു. വ്യാഴാഴ്ച രാവിലെ 9:30 കണ്ണൂർ വിമാനത്താവളത്തിലെത്തിയ രാഹുൽ റോഡ് മാർഗമാണ് വയനാട്ടിലെത്തിയത്. കഴിഞ്ഞ 5 വർഷം വയനാട് MP ആയിരുന്ന രാഹുൽ ഇത്തവണയും വയനാട്ടിൽ നിന്നും ജയിച്ചിരുന്നുവെങ്കിലും സമാന്തരമായി മത്സരിച്ച റായ്ബറേലിയെയാണ് മണ്ഡലമായി തെരഞ്ഞെടുത്തത്. അതിന്റെ സാഹചര്യത്തിലാണ് മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്. വീണ്ടും ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതിനാൽ വിദഗ്ധോപദേശം അനുസരിച്ചാണ് രാഹുലിന്റെ സന്ദർശനം നീണ്ടതെന്നാണ് വിശദീകരണം ലഭിക്കുന്നത്. ഈ വേളയിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ പങ്കുവച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ വൈറലാകുന്നത്. ശ്രീ രാഹുൽ ഗാന്ധി, നന്ദി പറയാൻ മറന്നുപോയ നമ്മുടെ സൈനികരാണ് ഈ ദുരന്തമുഖത്ത് ഏറ്റവും ദുഷ്കരമായ ദുരന്ത നിവാരണത്തിനായി അതിസാഹസികമായി സ്വന്തം ജീവൻ മറന്ന് പ്രവർത്തിച്ചത്. അവർ 100 കണക്കിന് ആളുകളെ രക്ഷപ്പെടുത്തി. അനേകം മൃതദേഹങ്ങൾ കണ്ടെടുത്തു. ദ്രുതഗതിയിൽ പാലം നിർമ്മിച്ചു. അവരെ താങ്കൾ മറന്നാലും കേരളം ഒറ്റക്കെട്ടായി എന്നും ഓർമ്മിക്കും എന്ന് പറഞ്ഞാണ് പോസ്റ്റ് അവസാനിക്കുന്നത്. എന്നാൽ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തകർക്ക് നന്ദി പറയവേ രാഹുൽ ഗാന്ധി മനഃപൂർവ്വമാണോ എന്നറിയില്ല. ഏതായാലും സൈന്യത്തെ ഒഴിവാക്കിയിരുന്നു. ദുരന്തമുഖത്ത് ഉറക്കം പോലും ഉപേക്ഷിച്ച് ആദ്യം മുതൽ രക്ഷാപ്രവർത്തനത്തിന് ഓടിയെത്തിയവരാണ് നമ്മുടെ ധീര സൈനികർ. മുണ്ടക്കൈയിലെ രക്ഷാപ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങിയതും സൈന്യം തന്നെയാണ്. എന്നിട്ടും ഒരു നന്ദി വാക്കുപോലും രാഹുലിന്റെ വായിൽ നിന്നും വന്നില്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. Powered by Jyotis. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Aattugal Ambalathara, and Evergreens Luxury Villas near Tirumala. Call 90482 55599. Jyotis Building Promoters Private Limited, Thiruvananthapuram.